ഇനി ചെന്നൈയിൽ വന്നാൽ ആരും വഴി തെറ്റൂല. എന്താ പറഞ്ഞത്? ഇനി ചെന്നൈയിൽ വന്നാൽ ആരും വഴി തെറ്റൂല. എടാ, അങ്ങനെ ഞാൻ വഴി തെറ്റൂല എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലാത്ത ഈ കാണുന്ന ഈ 90s മോഡൽ ഈ ബസ് കാരണം നമ്മൾ അറിഞ്ഞൂടാത്തൊരു സ്ഥലം നമ്മൾ കാണുമ്പോൾ ആടെയുള്ള ഏറ്റവും വലിയ ചോറാന്ന് വെച്ചാൽ ആടെ എന്തെല്ലാം സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ അറിയണം. ആടെ എങ്ങനെയെല്ലാം പോകാൻ പറ്റുമെന്ന് നമ്മൾ അറിയണം. എടാ, അതിനൊരു 3 പരിപാടിയായിട്ട് ഈ തമിഴ്നാട് ഗവൺമെന്റ് ഇറങ്ങിയത്. കാരണം ചെന്നൈയിൽ വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ബസ് കയറ്റി ഈ ഒരു 50 രൂപേന്റെ ടിക്കറ്റ് എടുത്താൽ കുത്തിരുന്ന പോയി ആടെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 14-15 സ്ഥലമുണ്ട്. അത് ആ ടിക്കറ്റിന്റെ ബിക്കിൽ എഴുതിയിട്ടുണ്ടാവും. അതും പോലെ ആ ബസ്സിന്റെ എല്ലാ സൈഡിലും ഉണ്ടാവും. നിങ്ങളൊരു സ്ഥലത്ത് അങ്ങനെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ബസ്സിന്റെ പാട്ടിൻ്റെ പോകും, നിങ്ങളെ പാട്ടിനും പോകും. എന്നിട്ട് നിങ്ങൾ ആ സ്ഥലം നിങ്ങൾക്ക് എത്ര നേരം വേണോ അത്ര നേരം കണ്ടിട്ട് നിങ്ങൾ എവിടെയാണോ ഇറങ്ങിയത് അവിടെ തന്നെ വന്നിക്കുക. ഇടയ്ക്ക് ഇതുപോലെ നല്ല തിരക്കുണ്ടാകും. ആ ബസ്സിനെ പറഞ്ഞാൽ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ ബസ് വന്നും പോയി ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേ നിൽക്കും. എനിക്ക് മനസ്സിലായത് ശനിയും ഞായറും ഫുൾ ഡേ ഉണ്ട്, ബാക്കിയുള്ള ദിവസം 4 to 10 ആണ്. ചെന്നൈ സെൻട്രലിനകത്ത് ഈ ഭാഗത്ത് നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ഈ ഭാഗത്ത് തന്നെ ബസ് വരികയും ചെയ്യും.